അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ഡാറ്റാബേസ് ക്വയറി യൂസിങ് SQL ഓർഡർ ബൈ ഗ്രൂപ്പ് ബൈ ഹാവിങ്. സാധാരണ ക്വയറീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഡേറ്റേനെ എങ്ങനെ നമുക്ക് റിട്രൈവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചിലത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ബൈ, അതേപോലെ ഗ്രൂപ്പ് ബൈ, ഹാവിങ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഓർഡർ ബൈ ആണ് നമ്മൾ പറയാൻ പോണത്. ഓർഡർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, ദാറ്റ് ഇസ് സോർട്ടിങ് ഓഫ് ഡേറ്റ. സോർട്ട് ചെയ്തുകൊണ്ട് ഡേറ്റയെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ സാധിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ ക്ലാസ് DESC എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുക. ഇനി സപ്പോസ് അസെൻഡിങ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്യണ്ടേ വിചാരിക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് ഓർഡർ ബൈ ക്ലാസ് എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. അവിടെ നമ്മൾ ഒരിക്കലും ഈ DESCക്ക് പകരം ASC എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് അസെൻഡിങ് ഓർഡർ ആണ്. നെക്സ്റ്റ് ഓർഡർ ബൈ ക്ലാസ് ASC മാർക്സ് DESC. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരണേ, നമുക്ക് ക്ലാസ് വേണം, അതേപോലെ തന്നെ നമുക്കിവിടെ മാർക്സിൻ്റെയും DSC ഡിസെൻഡിങ് ഓർഡർ എടുക്കണം. അപ്പോൾ കൺസിഡർ ചെയ്യാം, ഒരു ടേബിൾ സ്റ്റുഡൻറ്റ് ഇവിടെ ഉണ്ട്. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് നോക്കാം. അതായത് സിലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ ക്ലാസ് ASC. അപ്പോൾ ക്ലാസ് എന്ന് പറയണതിൻ്റെ അസെൻഡിങ് ഓർഡർ എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർക്സ് DSC. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ആദ്യം തന്നെ ഈ ക്ലാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ആവും. എന്നിട്ട് അതിനുശേഷം അത് വെച്ചുകൊണ്ട് പിന്നെ മാർക്സിനെ നമ്മൾ ഇൻ റിലേഷൻ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇതിനെ നമ്മൾ സോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നു എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ ഇവിടെ റോൾ നമ്പർ അസെൻഡിങ് ഓർഡർ ആയിരുന്നത് ഫുൾ ക്ലാഷ് ആവും. കാരണം എന്താ, വി ആർ ഓൺലി ബോതേഡ് അബൌട്ട് ദ ക്ലാസ് ആസ് വെൽ ആസ് ദ മാർക്സ്. അപ്പോൾ ക്ലാസിൻ്റെ അസെൻഡിങ് ഓർഡർ ആവുമ്പോൾ ഈ നെയിമും റോൾ നമ്പറും എല്ലാം ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് അസെൻഡിങ് ഓർഡർ ആയിട്ട് മാർക്സിന്റെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലാസിന്റെ അസെൻഡിങ് ഓർഡറിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. അപ്പൊ അത് ആയ ശേഷം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് അതിനുശേഷമുള്ള ചേഞ്ച് മാത്രമേ നമുക്ക് ആ മാർക്സിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പം ഈ രീതിയിൽ ഓർഡർ ബൈ ക്ലോസ് യൂസ് ചെയ്യാം. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ DESC എന്ന് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീൽഡ് ഇവിടെ കാണിച്ചതുപോലെ ഒരു ഫീൽഡ് അസെൻഡിങ്, ഒരു ഫീൽഡ് ഡിസെൻഡിങ്, അങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടത് ക്ലാസ് അസെൻഡിങ്ങും മാർക്സ് ഡിസെൻഡിങ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസ് അസെൻഡിങ് ഓർഡർ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് ആ ക്ലാസ്സിന് with respect to the class we are able to see the marks as given in the table.